കേരളത്തിൽ പ്രളയത്തിൻ്റെ കാലമാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും എഴുതുകയും പറയുകയും ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യന് സംവേദനം നടത്താൻ കഴിയില്ല ഒരു സമൂഹമായിട്ട്. ഇന്നത്തെ ദീപിക പത്രത്തിൽ ജലസാക്ഷരതയും ജലനയവും എന്നൊരു ആർട്ടിക്കിളുണ്ട്. കഴിഞ്ഞ വർഷത്തെ സുപ്രഭാതം പത്രത്തിലുണ്ടായിരുന്നു. മഴ കൊണ്ട് മുറിവേൽക്കുന്ന നാടെന്ന് പറഞ്ഞ് മംഗളം പത്രത്തിലുണ്ടായിരുന്നു. കേരള കൗമുദിയിലും മാതൃഭൂമിയിലും ഉണ്ടായിരുന്നു. ഹരിത സാക്ഷരതയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ചന്ദ്രികയിലുണ്ടായിരുന്നു. ഭൂസാക്ഷരത വേണമെന്ന് പറഞ്ഞ് ദീപികയിലുണ്ടായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞ രണ്ടാഴ്ച കാലം കൊണ്ട്, അല്ലെ കഴിഞ്ഞ ഈ ഒരു മാസം കൊണ്ട് 7-ലധികം പത്രങ്ങളിൽ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. നിരവധി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കേരളീയരോടും എൻ്റെ പ്രേക്ഷകരോടും പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിക്കണം. നിങ്ങൾ പുതിയ കേരളത്തെക്കുറിച്ച് ചിന്തിക്കണം. നമുക്കിവിടെ നിലനിന്നിട്ടേ ഉള്ളൂ അഹങ്കാരവും ആഡംബരവും ഒക്കെ. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ച് പോകുന്നു. തലയ്ക്ക് മുകളിൽ ഇടുത്തി പോലെ മഴ വരുന്നു. ഇത് കാണാതെ നിങ്ങൾ പോകരുത്. നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്നലെ അപ്പുറത്തായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പുറത്ത് വരും. അതിന് ഒരുപാട് സമയം വേണ്ട. ഇത് വെള്ളമാണ്, പ്രകൃതിയാണ്, പ്രപഞ്ചമാണ്. നമ്മുടെ കളിയല്ല ഇത്, ചെറിയ കളിയല്ല. ഞാൻ ഇന്ന് പറയുന്നത് കുറച്ചുകൂടി ശാസ്ത്രീയ കാര്യങ്ങൾ. ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെയൊക്കെ ഇത് പഠിപ്പിക്കണം. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഇത്രയും വലിയ മഴ വരുന്ന കാര്യം? സ്ട്രാറ്റിഫൈഡ് റെയിൻ എന്ന് പറയുന്ന, പരന്ന മഴയെന്ന് പറയുന്ന സ്ഥരിത മഴയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ അത്രയും ലളിതമായി പറയുകയാണ്. അതൊരു കൺവെൻഷണൽ മഴയാണ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി വരുന്ന മഴ അതാണ് കേരളത്തിലെ നീരാവി, കടലിലെ നീരാവി സൂര്യപ്രകാശമേറ്റ് മുകളിലോട്ട് പോയി. അതിവിടെ ഒരു 4-5 കിലോമീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ പരന്ന് മഴയായി വരുമായിരുന്നു. ഇതായിരുന്നു കേരളത്തിൻ്റെ മഴയുടെ സ്ഥിതി. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള സംവഹന മഴ, സ്ഥരിത മഴ, 4-5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മാത്രം വരുന്ന മഴ പ്രശ്നമില്ല. നമുക്ക് താങ്ങാൻ പറ്റും. കാടിന് താങ്ങാൻ പറ്റും, പുഴയ്ക്ക് താങ്ങാൻ പറ്റും, എല്ലാത്തിനും അത് താങ്ങാൻ പറ്റും. എന്നാൽ 8 മുതൽ 10 കിലോമീറ്റർ വരെ ഉയരത്തിലേക്ക് പോകുന്ന കൂമ്പാര മഴയായി മാറി. വ്യത്യാസം നിങ്ങൾ നോക്കിയോ? പരന്ന് വീണിരുന്നൊരു സാധനം കൂമ്പാരമായി വീഴുമ്പോൾ അതിൻ്റെ ശക്തി കൂടും. 5 കിലോമീറ്ററിൽ നിന്ന് താഴേക്ക് വന്നിരുന്ന സാധനം 8 കിലോമീറ്റർ മുകളിൽ നിന്ന് വരുമ്പോൾ വീണ്ടും ശക്തി കൂടും, അതിൻ്റെ സ്പീഡ് കൂടും. അങ്ങനെ കൂമ്പാര മഴകളായി മേഘങ്ങളായി, കുമുലോ നിംബസ് മേഘങ്ങളായി അത് മാറി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ഥരിത മേഘങ്ങൾ അല്ലെങ്കിൽ നിംബോസ്ട്രാറ്റസ് ആയിരുന്ന മേഘങ്ങൾ കുമുലോ നിംബസ് ആയി മാറുന്ന പുതിയ കാലമാണ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ. അപ്പോൾ കേരളത്തിൽ ഇത് മാറ്റിയത് ആരാ? നമുക്കെന്തെങ്കിലും പങ്കുണ്ടോ? നമുക്കും പങ്കുണ്ട്. അവിടെയാണ് എൻ്റെ രസകരമായ കാര്യം. ഒന്ന്, കടലിന് പങ്കുണ്ട്. ഇതിനകത്ത് വലിയ പങ്ക് കടലിനാണ്. വലിയ തോതിലാണ് കടൽ ചൂടാവുന്നത്. അത് തന്നെയാണ് ചൂടാവുന്ന നീരാവി വേഗത്തിൽ ചൂടാവുന്നത് കൊണ്ട് അത്രയും വേഗത്തിൽ മുകളിലേക്ക് അങ്ങ് പോകും. സാവധാനമല്ല പോകുന്നത്, വളരെ വേഗത്തിൽ മുകളിലോട്ട് പോകും. പശ്ചിമഘട്ട മലനിരകളിൽ ഇത് മുകളിലോട്ട് പോയിട്ട് പിന്നെ തിരശ്ചീന ദിശയിലോട്ട് പോകും. വെർട്ടിക്കലായിട്ട് അടിച്ച് പൊങ്ങും, പിന്നെ തിരശ്ചീന ദിശയിലോട്ട് പോകും. ഇത് പശ്ചിമഘട്ട മലനിരകളിൽ ചെല്ലുമ്പോൾ അവിടെ കാട് കുറഞ്ഞത് കൊണ്ടും സ്വാഭാവിക വനങ്ങൾ കുറഞ്ഞത് കൊണ്ടും ഇവൻ്റെ ഡ്രിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഈ മല ഇവനെ വലിച്ച് മുകളിലോട്ട് എടുക്കും. ഈ മേഘങ്ങളെ മുകളിലോട്ട് കയറ്റിവിടും. അല്ലെങ്കിൽ അത്രയും മുകളിലോട്ട് കയറ്റി വിടത്തില്ലായിരുന്നു നേരത്തെ. അവിടെ മഴ പെയ്ത് നമുക്ക് മഴ കിട്ടുമായിരുന്നു, ചെറിയ മഴകൾ കിട്ടുമായിരുന്നു. സംവഹന മഴ, സ്ട്രാറ്റിഫൈഡ് മഴ, സ്ഥരിത മഴ കിട്ടുമായിരുന്നു. പരന്ന് മഴ പെയ്യുമായിരുന്നു. ഒരു പ്രശ്നമില്ലായിരുന്നു കേരളത്തിന്. നമുക്ക് താങ്ങാൻ പറ്റുമായിരുന്നു. നമ്മൾ കുറച്ച് മണൽ കയ്യിലെടുത്തിട്ട്, അല്ലെ വെള്ളമോ എന്തെങ്കിലും കയ്യിലെടുത്തിട്ട് അത് ആരുടെയും തലയിൽ പരത്തി ഇങ്ങനെ ഇട്ട് വെക്കുക, ഇങ്ങനെ പരത്തി ഇട്ട് വെക്കുക. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ, ഒരു A4, ഞാൻ കുട്ടികൾക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, വീട്ടിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു A4 പേപ്പർ എടുക്കുക. ആ A4 പേപ്പറിൽ കുറച്ച് മണലെടുക്കുക. എന്നിട്ട് അത് പേപ്പറിനെ A4ൻ്റെ രീതിയിൽ തന്നെ വെച്ചിട്ട് പതുക്കെ കുറേശ്ശെ ചെറിയ ഹോളൊക്കെ ഇട്ട് താഴോട്ട് ഇട്ട് കൊടുക്കുക. ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അത്രയും മണൽ വന്നാൽ, ആ A4 സൈസിലുള്ള മുഴുവൻ മണലും താഴെ വന്നാലും
ശരീരത്തിൽ വീണാൽ ഒന്നും സംഭവിക്കാല്ല. കാരണം സമയമെടുത്ത് കുറേശ്ശെ തുള്ളി തുള്ളിയായിട്ടാണ് വീഴുന്നത്, ഓരോ കണവൻ. എന്നിട്ട് അതിനെ വേണമെങ്കിൽ നമ്മളെ കപ്പലണ്ടി കവർ ചുരുട്ടും പോലെ ചുരുട്ടിയിട്ട് അതിനകത്തേക്ക് ഈ മണൽ നിറയ്ക്കുക. എന്നിട്ട് ഒരു വലിയ ഹോള് താഴെ ഇട്ട് കൊടുത്ത് നോക്കുക. പെട്ടെന്ന് തലയിൽ വീഴും. കണ്ണടഞ്ഞു പോവും, മൂക്കടഞ്ഞു പോവും, വായടഞ്ഞു പോവും. വലിയ പ്രശ്നമാണ് സംഭവിക്കുന്നത്. ശ്വാസം മുട്ടുണ്ടാവും, ചിലപ്പോൾ ആശുപത്രി കൊണ്ടുവേണ്ടി വരും. ഇതേ ഉള്ളു അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നത്. മഴമേഘങ്ങൾക്ക് മാറ്റമുണ്ടായി. ഈ മഴമേഘങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയതിൽ മനുഷ്യനും പങ്കുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള തമാശ. എങ്ങനെയാണ് പങ്കുണ്ടായത്? സ്ട്രാറ്റിഫൈഡ് ക്ലൗഡ് ആയിരുന്ന, സ്ഥരിത മേഘങ്ങളായിരുന്ന, സംവഹന മഴ പെയ്യുന്ന 5 കിലോമീറ്ററിൽ നിന്ന് മഴ പെയ്യുന്നത് 8 കിലോമീറ്റർ മുകളിൽ നിന്ന് വരുന്നതിൽ, ഈ മേഘങ്ങളെ മുകളിലോട്ട് ഒരുപാട് ട്രിഗർ ചെയ്ത് കയറ്റുന്നതിൽ നമ്മുടെ മലനിരകൾക്കും വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിലൊക്കെ എപ്പോഴും പറയുന്ന, അന്തരിച്ചു പോയി, അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു പോയിന്റാണ് എയറോസോൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അന്തരീക്ഷത്തിലെ പൊടിപടലം. അത് നാമമാത്രമാണ് അന്തരീക്ഷത്തിലുള്ള കോൺട്രിബ്യൂഷൻ. ഒരു 10%, 20% ഉള്ളൂ, അല്ലാതെ 100% കോൺട്രിബ്യൂഷൻ ഇല്ല. പക്ഷേ എങ്കിലും അതൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എയറോസോളുകൾ മൈനുകൾ കത്തിക്കുന്നത് കൊണ്ടും, കൽക്കരി ഒരുപാട് കത്തിക്കുന്നത് കൊണ്ടും, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കൊണ്ടും, മീഥൈൻ്റെ കാര്യങ്ങൾ കൊണ്ടും, ചാണകമൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ടും, നെല്ല് ഒരുപാട് കൃഷി ചെയ്യുന്നത് കൊണ്ടും ഒക്കെ വരുന്ന പ്രശ്നമാണത്. അപ്പം നെൽകൃഷി വേണ്ടതെന്ന് വെച്ചാൽ വേണം. പക്ഷേ ഞാൻ പറയുന്നത്, ശാസ്ത്രം പറയുമ്പോൾ അതിനകത്ത് പിന്നെ വികാരം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്രയും കത്തിക്കുന്നതുമൊക്കെ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് പൊടിപടലങ്ങളെ കൊടുക്കും, മാലിന്യം. ഈ എയറോസോളും കൂടിയാണ് ഈ മഴയെ വലിച്ചു താഴ്ത്തും, പെട്ടെന്ന് വലിക്കും താഴേക്ക്. അപ്പം മുകളിലേക്ക് 8 കിലോമീറ്റർ മുകളിലേക്ക് പോയിരിക്കുന്ന മഴമേഘങ്ങളെ താഴെ നിൽക്കുന്ന ഘടകങ്ങൾ പെട്ടെന്ന് വലിച്ചു താഴെ ഇടുമ്പോൾ ആ ശക്തി ഉൾക്കൊള്ളാനുള്ള കഴിവിന്ന് കേരളത്തിലെ മലനിരകൾക്കോ കേരളത്തിലെ മണ്ണിനോ ഇല്ല. ഇത് പഠിക്കണം മലയാളി, വേറെ ന്യായമില്ല. ഇങ്ങനെ ശക്തി കുറയുന്നത് കൊണ്ട്, കൂടുന്നത് കൊണ്ട് നമ്മുടെ പുറത്ത് അതിശക്തമായി മഴവെള്ളം വീഴും, തലയിൽ ബോംബ് പോലെ വീഴും. ചെറിയ സമയത്താണ് വീഴുന്നത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെറിയ സമയത്ത് വീഴുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് ഫോം ആവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവന് താഴെ പോയേ പറ്റുള്ളൂ, കാരണം അവന് സ്പേസ് നിൽക്കാൻ പറ്റത്തില്ല. വളരെ പെട്ടെന്ന് ഇത് ഫോം ആവുന്നു, അത്രയും പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ താഴെ ചാടും. ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇത്. നമുക്കും വലിയ പങ്കുണ്ട് ഇതിനകത്ത്. പശ്ചിമഘട്ട മലനിരകൾക്ക് വലിയ പങ്കുണ്ട്, നമ്മുടെ മാലിന്യ സംസ്കരണത്തിന് പങ്കുണ്ട്, നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാത്തതിൽ പങ്കുണ്ട്. പങ്ക് മീഗറായിരിക്കും, കുറച്ചായിരിക്കും. പക്ഷേ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു എന്താ ഉള്ളത്, ഇതായിരുന്നതിനെ കുമുലോനിംബസ് ആക്കുന്നതിൽ, മേഘങ്ങളെ ഒരുപാട് സഞ്ചരിപ്പിക്കുന്നതിൽ, മേഘങ്ങളുടെ ഉയരം കൂട്ടുന്നതിൽ, വായുമലിനീകരണത്തിനും വനനശീകരണത്തിനും നഗരവൽക്കരണത്തിനും വലിയ പങ്കുണ്ടെന്നാണ് ശാസ്ത്രപക്ഷം. എന്നാൽ അമേരിക്കയിലെ പല ശാസ്ത്രജ്ഞരും ആസ്ട്രോഫിസിക്സ്മാരും പറയുന്നത് അത് മീഗറാണ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, അത്ര വലിയ പ്രോമിനൻ്റ് ആയിട്ടില്ല എന്ന് വാദിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. ഇതിപ്പോൾ കേട്ടിട്ട് ശാസ്ത്ര സമൂഹം ഇടോ അങ്ങനെയല്ല, എൽനിനോ മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം, പസഫിക് ഓഷൻ അല്ല. എൽനിനോ പ്രശ്നമാണ്, ലാനിന പ്രശ്നമാണ്, പിന്നെ IOD പ്രശ്നമാണ്, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നത്തെ ട്രിഗർ ചെയ്യുന്നത് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ, കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ, ഈ സ്ട്രാറ്റിഫൈഡ് ക്ലൗഡ്സിനെ കുമുലോനിംബസ് ക്ലൗഡ്സ് ആക്കുന്ന കൂമ്പാരമേഖല, പരന്ന മേഘങ്ങളെ കൂമ്പാരമേഘങ്ങളാക്കുന്നതിൽ ഒരു പങ്ക് മനുഷ്യൻ്റെ ഇടപെടലിനുമുണ്ട്. അപ്പോൾ അത് പിന്നൊരു കുഴപ്പമുണ്ട്. നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ കടത്തിവിട്ടാൽ അത് റീസെറ്റിൽ ചെയ്യാൻ നമ്മളിപ്പോൾ കടത്തിവിടുകയാണ്. ചിലപ്പോൾ അത് 50 വർഷം എടുക്കും, ചിലപ്പോൾ 1000 വർഷം എടുക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ കാർബൺ എങ്ങനെയാണിത് റീസെറ്റിൽ ചെയ്ത് പോണതെന്ന് നമുക്ക് വർഷം കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കുറച്ചുകൂടി മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ളത് മാത്രമേ കരണീയമായുള്ളൂ. നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, മിനിമൈസ് ചെയ്യുക, മിനിമത്തിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ മാക്സിമത്തിലേക്ക് പോകാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ പോയി കഴിഞ്ഞു, ഇനി മാക്സിമം ഇല്ല. പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു, ഇനിയും മുകളിലോട്ട് ചാടാൻ നോക്കിയാൽ താഴോട്ട് വീഴും. ഇതിൽ വലിയൊരു ഉദാഹരണം എനിക്ക് പറയാനില്ല. പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു വികസനത്തിൻ്റെ, ഇനിയും മുകളിലോട്ട് വീണ്ടും ചാടാൻ നോക്കിയാൽ താഴോട്ട് പോകേണ്ടി വരും. പക്ഷേ ഒരു അസന്തുലിതാവസ്ഥയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
ഈ വികസനത്തിൻ്റെ ഗുണം പേറിയിട്ടുള്ളത് ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷം ഇപ്പോഴും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും തന്നെയാണ്.